വെൽക്കം ബാക്ക് ടു സെവൻ സീസ് മെല്ലു. ഇന്ന് നമുക്ക് നിങ്ങൾക്കറിയാവുന്ന പോലെ ഇപ്പം നമുക്കിവിടെ സ്പ്രിംഗ് ആണല്ലോ. നേരത്തെ വീഡിയോ ചെയ്തതിന് എന്തൊക്കെ തണുപ്പിനെ കുറിച്ചും സ്നോയെ കുറിച്ചൊക്കെ ആയിരുന്നു. ഇപ്പം നമുക്ക് സ്പ്രിംഗ് ആണ്, നല്ല കാലാവസ്ഥയാണ്. പുറത്തോട്ട് നോക്കിയാൽ ഈ മരങ്ങളെല്ലാം പൂവിൻ്റെ പൊടികളാണ് പുറകം മുഴുവനും. അപ്പോൾ അത് ഈ പൂവൊക്കെ പൊടി വന്നാലുള്ള കുഴപ്പം, അതുകൊണ്ടാണ് ഞാൻ ഈ കണ്ണാടി വെച്ചിരിക്കുന്നത്. പെട്ടെന്ന് നമുക്ക് അലർജി പിടിച്ച് കണ്ണൊക്കെ അങ്ങ് തിരുമിയാൽ അങ്ങ് റെഡാവും. അതുപോലെ തന്നെ എല്ലാവർക്കും സ്നീസിങ് വരും. എല്ലാവർക്കും ഇറ്റ് ഈസ് ഫോർ ദ കോമൺ ഫോർ എവരി വൺ മോസ്റ്റ്ലി എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു സ്പ്രിങ്ങിൽ വളരെ നല്ലതായിട്ട് ചെടികളെല്ലാം വളരും. അതുപോലെ തന്നെ ഈ മരങ്ങൾ പൂക്കും. ചെടികളൊക്കെ പ്ലാൻ ചെയ്യാനൊക്കെ പറ്റിയ നല്ല സമയങ്ങളാണ്. കാരണം അധികം തണുപ്പില്ല, അധികം ചൂടുമായിട്ടില്ല. അപ്പോൾ ഞാനിന്ന് പുറത്ത് പോയി 1-2 കടകളിലൊക്കെ കയറി എന്തെങ്കിലും പ്ലാന്റ് കിട്ടുമല്ലോ നോക്കട്ടെ, നല്ലത് ഷർബ്സുകൾ അല്ലെങ്കിൽ ഫ്ലവേഴ്സ് ഞാൻ കുറച്ച് വെച്ചു. എന്നാലും ഇപ്പോൾ ആണ് എൻ്റെ സമയം. അല്ലാതെ നമ്മൾ സമ്മർ തുടങ്ങിയിട്ട് സമ്മറിൽ കൊണ്ട് വെച്ചാൽ പിന്നെ പെട്ടെന്ന് ഫോൾ ആവും, പിന്നെ പെട്ടെന്ന് അതൊക്കെ ഡൈ ചെയ്തു പോകും. അപ്പം ഞാൻ ഓൺ ദ വെയിലാണ്. 1-2 കടയിൽ നിന്ന് കയറണമെന്നുണ്ട്. അപ്പം നിങ്ങൾ അതിൻ്റെ അമേരിക്കൻ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണെന്ന് കാണിക്കുകയാണ്. ഇവിടെ പ്ലാൻ ചെയ്യുന്നതും സ്പ്രിങ്ങും സമ്മറും ഒക്കെ. ഇത് സ്പ്രിംഗ് ആണ്. അപ്പം നമുക്ക് തുറന്നുള്ള കാഴ്ചയിലേക്ക് പോകാം. പോകുന്നതിനിടയ്ക്ക് 1-2 ചെടികളുടെയൊക്കെ ചേഞ്ചസ് ഞാൻ കാണിക്കാം. നേരത്തെ എൻ്റെ വീഡിയോ ചെക്ക് ചെയ്ത് കാണാം. നമ്മൾ ഫോളിൽ മരങ്ങളിലെ ഇലകളെല്ലാം നഷ്ടപ്പെട്ട് വെറും ബ്രാഞ്ചസ് ആയിട്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ എല്ലാ ചെടികൾക്കും നല്ല ഇലകൾ വന്നു. താഴോട്ട് നോക്കിയാൽ മുഴുവൻ ഫ്ലവേഴ്സാണ്. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം. നമ്മൾ ആ പോകുന്ന റൂട്ടിലുള്ള വഴിയാണ്. ഇപ്പം ഹൈവേയിലായതുകൊണ്ട് എനിക്ക് അധികം വീഡിയോസ് ചെയ്യാൻ പറ്റത്തില്ല. മരങ്ങളും അതുപോലെ പൂത്ത് നിൽക്കുന്ന ആ ഒരു കാഴ്ചയാണ് ഇപ്പോൾ എടുക്കുന്നത്. കാരണം സൈഡിലുള്ള എല്ലാ മരങ്ങളും നിങ്ങൾക്ക് കാണാം. ഞാൻ പറയാൻ തന്നെ അറിയാം. അങ്ങനെ നമ്മൾ ഒരു വലിയ പ്ലാന്റ്സ് ഒക്കെ വിൽക്കുന്ന കടയിലെത്തി. ഇവിടെ 2 പ്രധാന കടകളുണ്ട്. ഒന്ന് ഹോം ഡിപ്പോ, ഒന്ന് ലോവ്സ്. ഇതാണ് വലുതായിട്ടുള്ള. മറ്റൊരുപാട് കടകളുണ്ട്, എങ്കിലും കൂടുതൽ ക്വാണ്ടിറ്റിയിലുള്ള പ്ലാന്റ്സുകൾ ഈ കടകളിലൊക്കെ വരാറുണ്ട്. ഈ സമയത്താണ് വരുന്നത്. അതിൻ്റെ പാർക്കിംഗ് ലോട്ട് മുഴുവൻ ഈ പ്ലാന്റ്സും ഫ്ലവേഴ്സും വെജിറ്റബിൾസും ഷർബ്സും എല്ലാം ഉണ്ട്. അപ്പോൾ എനിക്ക് സത്യത്തിൽ ഞാനൊരു പർട്ടിക്കുലർ ഷർബ് നോക്കി ഇറങ്ങിയതാണ്. ഇതെല്ലാം വെജിറ്റബിൾ പ്ലാന്റ്സ് നിങ്ങൾക്ക് കാണാം. മിക്കവാറും ടൊമാറ്റോ ആണ് മെയിനായിട്ട്. പിന്നെ അതുപോലെ ഗ്രീൻ ചില്ലികൾ, ബീൻസുകൾ, സ്ട്രോബെറി, ഈവൻ ആപ്പിൾ ട്രീ വരെ വിൽക്കുന്നുണ്ട്. ആപ്പിൾ ട്രീക്ക് എക്സ്പെൻസീവാണ്. ആപ്പിൾ ട്രീ വരെ നമുക്ക് പ്ലാന്റ് ചെയ്യാം. ബ്ലൂബെറി, അതുപോലെ തന്നെ അകത്ത് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴതെല്ലാം സീസണലായിരിക്കും. പലതും സീസണലാകുമ്പോൾ നമ്മളിപ്പോൾ വെച്ചാൽ ഈ സീസണിൽ അത് നീണ്ട് നല്ല ഫ്ലവർ ഉണ്ടാവും. അത് കഴിയുമ്പോൾ അതങ്ങ് ഡൈ ചെയ്തു പോകും, കാരണം സ്നോ ആകുമ്പോൾ. പിന്നെ അടുത്ത വർഷം ഇതേ സമയത്ത് തന്നെ മിക്കവാറും കിളുക്കും. കാരണം ഇത് നമ്മൾ അതിൻ്റെ പോട്ടിലല്ലാതെ താഴെ പാകുകയാണെങ്കിൽ അതിൻ്റെ ബൾബ്സ്, അതിൻ്റെ വിത്തുകൾ അത് താഴെ ഉള്ളതുകൊണ്ട് അടുത്ത സമയം കറക്റ്റ് ടൈം ആകുമ്പം അത് ബ്ലൂം ചെയ്യും. അതുപോലെ ഇവിടെ ഒരു പ്രധാനമായിട്ടുള്ള കാര്യം, ഇവിടെ ചെമ്പരത്തി വരെ പ്ലാന്റായിട്ട് കിട്ടും. ചെമ്പരത്തി, എനിക്ക് അതിൻ്റെ ഇംഗ്ലീഷ് പേരറിയില്ല. ചെമ്പരത്തി മിക്കവാറും അത് ഇൻഡോർ പ്ലാന്റ് ആണ് വളരെ. ഇത് ഹാങ്ങിങ് എല്ലാം ഇത് കഴിയുമ്പോൾ അങ്ങ് പോകും. പക്ഷേ വളരെ ഒരു 3-4 മാസം അതുപോലെ നിൽക്കും. പിന്നെ ഏറ്റവും കൂടുതലും നിൽക്കുന്നത് നമ്മുടെ റോസസ്. പല വെറൈറ്റിയിലുള്ള റോസസ് ഉണ്ട്, പല കളറിലുള്ള റോസസ്. അത് ഞാൻ അടുത്ത് വരുമ്പോൾ ഞാൻ കാണിക്കുക ഏതാണ് റോസസ് എന്നുള്ള. ഇതാണ് റോസസ്. ഈ റോസസ് മുഴുവൻ റെഡ്, യെല്ലോ, പിങ്ക്, വൈറ്റ്, പക്ഷേ ബ്ലൂ മാത്രം ഞാൻ കണ്ടിട്ടില്ല റോസസ്. ഇതാണ് റോസസിൻ്റെ പ്ലാന്റുകൾ. അത് പിടിച്ച് കിട്ടാൻ ഇച്ചിരി പാടാണ്. പിടിച്ച് കിട്ടിയാൽ പിന്നെ അത് പോകത്തില്ല. ഇപ്പം ഞാനത് വെച്ചിരിക്കുന്ന ഒരു പ്ലാന്റ് നിങ്ങളെ കാണിക്കാം. അത് നേരത്തെ ഒരു വർഷങ്ങൾക്ക് മുമ്പ് പിടിച്ചാണ്. അത് നമ്മൾ കുറേ കഴിയുമ്പോൾ പ്രൂൺ ചെയ്യണം. അത് കട്ട് ചെയ്ത് കളയണം. കട്ട് ചെയ്ത് കളഞ്ഞാലേ നമുക്കത് വീണ്ടും നല്ല നല്ല ശകരങ്ങളും ഫ്ലവേഴ്സും ഉണ്ടാവുകയുള്ളൂ.
അപ്പോൾ അങ്ങനെയുള്ളത് ഇത് ഈ പ്ലാന്റുകളെല്ലാം മിക്കവാറും ഈ ഷർബുകളാണ്. ഷർബെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പലർക്കും അറിയാം, എല്ലാവർക്കും അറിയാമെങ്കിലും ഞാൻ അറിയാൻ മേലാത്തവർക്ക് പറയുന്നുള്ളൂ. അതൊരു കുറ്റിച്ചെടിയാണ്. ചെടിയായിട്ട് അങ്ങനെ നിൽക്കും, അടുത്ത വർഷം വരെയും കുറേ കാലത്തേക്ക് നിൽക്കും, അങ്ങനെയുള്ള ഷർബുകൾ. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച ഷർബ് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ പിന്നെ ഓൺലൈൻ ഓർഡർ ചെയ്തു. കാരണം ഇവിടെ ഇങ്ങനെ തപ്പുന്നതിലും ഭേദം ഓൺലൈനിൽ നോക്കുവാണെങ്കിൽ അതിൻ്റെ പേരിട്ട് നമുക്ക്, പ്രത്യേകിച്ച് iPhone 16 നമുക്ക് ഈസി ആയിട്ട് ഏത് പ്ലാന്റിൻ്റെ ലീവ്സിൻ്റെ പിക്ചർ എടുത്താലും അത് ഏത് പ്ലാന്റ് ആണെന്ന് നമുക്കറിയാം. അത് ഈസി ആയിട്ട് ഗൂഗിളിൽ കിട്ടും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഓർഡർ ചെയ്യാം. ഇതാണ് നല്ല ഫ്ലവേഴ്സ്. ഇതെല്ലാം പുറത്തിരിക്കുന്ന ചെടികളാണ്. അത് പല പല വിലകൾ, പ്രൈസ് റേഞ്ചാണ്. നമുക്ക് ടേബിളിൽ വെക്കാം, ലിവിങ് റൂമിൽ വെക്കാം, ഡൈനിങ് റൂമിൽ വെക്കാം. അതുപോലെ പല വെറൈറ്റിയിലുള്ള ഹാങ്ങിങ് ഗാർഡൻസ് മിക്കവാറും ഔട്ട്സൈഡിലാണ്, കാരണം സൺലൈറ്റ് വേണമല്ലോ, പിന്നെ വാട്ടറൊക്കെ താഴോട്ട് ഡ്രിപ്പ് ചെയ്യും. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മളത് നല്ല ഇന്ന് ഈ ഒരു അമേരിക്കൻ ഫ്ലവർ പ്ലാന്റിങ് ഐഡിയാസ് ഇതാണ് ഇവിടെ ഉള്ളത്. നമുക്ക് സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ച് അതിൻ്റെ പോട്ടിൽ ഇടുന്ന സോയിലും വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടെ സാധാരണഗതിക്ക് നമ്മൾ പ്രോസസ്സ് ചെയ്ത ചാണകം വരെ മാന്യൂറായിട്ട് കിട്ടും. അതൊക്കെയാണ് കൂടുതലും അതിനൊക്കെ മിക്കവാറും നമ്മുടെ കറി ലീവ്സിന്, കറിവേപ്പിലയ്ക്കൊക്കെ അതാണ് നമ്മൾ ഇടുന്നത്. പക്ഷേ വലിയ മണമൊന്നുമില്ല, വലിയ സ്മെല്ലൊന്നും ഇല്ലാത്തതാണ്. പക്ഷേ എന്നാലും നമുക്ക് കൂടുതൽ നാൾ നല്ല ഓർഗാനിക്കായിട്ട് അത് കിളത്ത് വരും. ഇത് ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ച ഒരു ഷർബാണ്. വളരെ നല്ലതാണ്. അതിൻ്റെ പേര് റോഡ് ഡിഡോഡ്രോൺ അങ്ങനെയാണ്. ഇത് ആ ഒരു ഫാമിലിയാണ്. ഇത് എല്ലാ വർഷവും ഇങ്ങനെ പല വെറൈറ്റിയിലുണ്ട്. ഇത് ഈ കളറിലാണെന്ന് മാത്രമേ ഉള്ളൂ. കാരണം പുറത്ത് വലയിട്ടിരിക്കുന്ന ഇവിടെ ഇപ്പോൾ ബണ്ണീസ്, അതായത് നമ്മുടെ മുയലുകൾ വന്ന് ഇലയെല്ലാം തിന്നുകൊണ്ട് പോകും. അതുകൊണ്ടാണ് വലയിട്ടിരിക്കുന്നത്. പൺസൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ വലയുടെ ആവശ്യമില്ല. തൽക്കാലത്തേക്കിന് ഒരു ഇതിന് പ്രൊട്ടക്ഷൻ വേണ്ടി ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. നല്ലതാണ്. നിങ്ങൾക്ക് പേര് കാണുമ്പോൾ അറിയാം. ഇത് നമ്മുടെ നാട്ടിലുണ്ടോ എന്ന് എനിക്കറിയില്ല. മിക്കവാറും ഈ അഗ്രികൾച്ചറിനെ കുറിച്ച് അറിയാവുന്നവർക്ക് ഇതിനെക്കുറിച്ച് അറിയാം. റോഡിഡോഡ്രോൺ അതാണ്. വലിയ വിലയില്ല, എന്നാലും അത് പിടിച്ച് കിട്ടാൻ പാടാണ്. പക്ഷേ നമ്മൾ പ്രൊട്ടക്റ്റീവ് ആണെങ്കിൽ ഈസി ആയിട്ട് കിട്ടും. പിന്നെ ഇവിടെ നേരത്തെ വെച്ചിട്ടുള്ള നമ്മുടെ മുല്ലപ്പൂ, അതായത് ലോട്ടസ് അല്ലല്ലോ, അത് നമ്മുടെ ജാസ്മിൻ അത് മിക്കവാറും എടുത്ത് പുറത്ത് വെക്കും. കാരണം ഇത് തണുപ്പാകുമ്പോൾ എടുത്ത് അകത്ത് വെക്കും. ഇത് നമ്മുടെ കറി ലീവ്സ് അങ്ങോട്ട് പിടിച്ച് വരുന്നില്ല. നാൾ വലുതുണ്ടായിരുന്നു, പക്ഷേ അത് നമ്മൾ വളരെ സൂക്ഷിക്കണം. കാരണം വാട്ടർ താഴെ പിടിച്ചാൽ അത് അന്നേരം ചീഞ്ഞു പോകും, നമ്മളറിയത്തില്ല. എപ്പോഴും വാട്ടർ ഡ്രിപ്പ് ചെയ്യുന്ന പാത്രങ്ങളായിരിക്കണം. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ് 7 Seas Mallu. ഇതേപോലുള്ള വീഡിയോകളായിട്ട് വരാം. ഇതൊരു എവർഗ്രീൻ പ്ലാന്റാണ്. ഇതൊരിക്കലും എത്ര സുനാ വന്നാലും ഇതേപോലെ തന്നെ നിൽക്കും. ഇതിലാണ് നമുക്ക് ഫ്ലവേഴ്സ്. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന വലിയത് ഇത് നമ്മുടെ റോസസ്. ഇത് പണ്ട് പ്ലാന്റ് ചെയ്തതാണ്. അതിപ്പോഴും കട്ട് ചെയ്ത് കളയുമ്പോൾ ഇനിയും ഈ സ്പ്രിങ്ങിൽ നന്നായിട്ട് വരും. ഇതൊരു നോർമലായിട്ട് വരുന്ന ഒരു ഇതാണ്. ഇത് നമ്മുടെ ലില്ലീസ് വളരെ ഫേമസ് ആണ് ഇവിടെ. കാരണം ഈ സമയത്ത് മാത്രമേ, ഈ സ്പ്രിങ്ങിൽ മാത്രമേ അത് ഫ്ലവർ ആവുള്ളൂ, ബാക്കി അങ്ങ് ഡൈ ചെയ്ത് പോകും. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ് 7 Seas Mallu. This is EJ and see you next time soon. Take care.